കേസ് പുതിയ വഴിത്തിരിവിലേക്ക് മാറുകയും ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പോലീസ് അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത സാഹചര്യത്തിൽ അമ്മ ഒരു അടിയന്തര അവൈലബിൾ എക്സിക്യൂട്ടീവ് യോഗം കൂടുകയും ഇത് ഇരയാക്കപ്പെട്ടത് ഞങ്ങളൊരു അംഗം കൂടി ആയ സ്ഥിതിക്ക് ദിലീപിനെതിരെ ഇങ്ങനൊരു കേസ് വന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്തുകൊണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തിന് അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനും അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദാക്കുവാനുമാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചത്. കൂടുതൽ വിശദീകരണം ഉള്ള അല്ലെങ്കിൽ വിശദമായ ഒരു എക്സിക്യൂട്ടീവ് ഉടനെ ഞങ്ങൾ കൂടുന്നതും മുൻപോട്ടുള്ള നടപടികൾ എന്താണെന്ന് ആലോചിക്കുകയും ചെയ്യും. ഇതുവരെ ഞങ്ങളുടെ ഇരയാക്കപ്പെട്ട സഹോദരിയുടെ ഒപ്പമായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമാണ്. ഞങ്ങൾ ഇനിയും ഇരയാക്കപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകയും സഹോദരിയുമായ ഇരയുടെ ഒപ്പമായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. വ്യക്തിപരമായും സംഘടനാപരമായും ഇരയാക്കപ്പെട്ട സഹോദരിയുടെ ഒപ്പമാണ് ഞങ്ങളെന്തും. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ഞങ്ങളുടെ പിന്തുണ, ഞങ്ങളുടെ സർവാത്മനായുള്ള പിന്തുണ സഹോദരിക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ പ്രതിഷേധിക്കുകയും പ്രതിഷേധ യോഗം കൂടുകയും വ്യക്തിപരമായിട്ടും അല്ലാതെയും ഈ കേസുമായിട്ട് ഞങ്ങൾ സഹകരിക്കുകയും അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മുമ്പോട്ടും അങ്ങനെയുള്ളത് തന്നെയായിരിക്കും. ഞങ്ങളുടെ ഇരയാക്കപ്പെട്ട സഹോദരിയുടെ കൂടെയായി ഇതിനു മുമ്പ് ഞങ്ങളുടെ അമ്മയുടെ കമ്മിറ്റി പൊതുയോഗത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ, ചിലതൊക്കെ ഒരുപക്ഷെ പലർക്കും വിഷമവും വേദനയും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതൊന്നും അങ്ങനെ എതിർച്ചയാ സംഭവിച്ചു പോയതാണെന്നും അങ്ങനെ ഉണ്ടായത് ഞങ്ങൾക്കുള്ള അതിയായ ഖേദം ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളെ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളുടെ സംഘടനയുടെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഒരിക്കലും ഒരു പ്രത്യേക പക്ഷത്തേക്ക് ചേരുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പക്ഷത്തിനെതിരായി നിൽക്കുന്ന സംഘടനയല്ല. കാരണം എല്ലാവരും സംഘടനയുടെ അംഗങ്ങളാണ്. അവരുടെ വെൽഫെയറാണ് ഞങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാരവാഹികൾ അതിന് എന്നും സപ്പോർട്ടായിരിക്കും. അതിനുവേണ്ടി മാത്രമാണ് ഭാരവാഹികൾ. ഈ തരത്തിലുള്ള ക്രിമിനൽസ് ഇല്ലാതാക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? സിനിമയിൽ ഇത്രയും ക്രിമിനൽസ് ഉണ്ടെന്നുള്ളത് പുറത്തു വരുന്ന വലിയ നാണക്കേടല്ലേ? അങ്ങനെ ഉള്ളത് നാണക്കേടാണ്. നമ്മൾ പക്ഷേ ആളുകളെ ഓരോരുത്തരെയും തിരിച്ചറിയാനും സ്ക്രൂട്ടനൈസ് ചെയ്യാനും ഒന്നും ഒരുപക്ഷെ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ യോഗം അയക്കേണ്ടതായിരുന്നു. മാത്രമല്ല നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോടൊപ്പം തട്ടിക്കയറുന്ന ഒരു രീതിയായിരുന്നു നടമാർക്കും. നമ്മൾ പറഞ്ഞല്ലോ അതൊരു കേസ് അന്വേഷണം നടക്കുന്ന സമയത്ത് വരെ അല്ലെങ്കിൽ കേസ് തീരുമാനമാകുന്നവരെ ഞങ്ങൾ കാത്തുനിന്നു മാത്രം. എല്ലാ കാര്യത്തിലും ഉണ്ടാവും. എന്തുകൊണ്ട് ഞങ്ങൾ ഇരക്കെതിരെ നിരവധി പേർ പരാമർശം നടത്തിയിരുന്നു. നടപടിയുണ്ടോ? ഇല്ല, അത് ഞങ്ങൾ അത് പ്രതിഷേധിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരോട് ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടായാൽ നടപടി ഉണ്ടാവും. നമുക്ക് ഒറ്റ കാര്യം കൂടി, പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം നിങ്ങൾ മുഖവിലേക്ക് എടുക്കുകയാണ്. ഈ കണ്ടെത്തലുകൾ പോലീസല്ലേ അന്വേഷിക്കണം, നമുക്കാർക്കും അന്വേഷിക്കാൻ പറ്റില്ല. തെളിവുണ്ടാക്കുന്നത് അതൊരു തെളിവാകില്ല. ലാലേട്ടൻ, നിങ്ങൾ രാജ്യസന്നദ്ധ അറിയിച്ചിരുന്നോ? രാജ്യസന്നദ്ധ അറിയിച്ചോ ലാലേട്ടൻ രാജ്യസന്നദ്ധ അറിയിച്ചിരുന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ കീമോതെറാപ്പി നടന്നു. യുവതാരങ്ങളടക്കം മുന്നോട്ട് താങ്ക് യു.